നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഇറാനിൽ നിന്നാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലേക്ക് അമേരിക്ക അവരുടെ സൈന്യത്തെ അയക്കുകയാണ് എന്നുണ്ടെങ്കിൽ റഷ്യൻ സൈനിക വിഭാഗമായിട്ടുള്ള ചേച്ചൻ സൈനിക വിഭാഗം ഇറാനെ സഹായിക്കാനായിട്ട് ഇറാനിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ആരാണ് ഈ ചേച്ചർ സൈനിക വിഭാഗം എന്ന് നമുക്ക് നോക്കാം. ചേച്ചൻ എന്നുള്ളത് റഷ്യയിലെ ഒരു പ്രദേശത്തിന്റെ പേരാണ്. അവിടുത്തെ നേതാവാണ് റംസാൻ കാദിറോവ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള സൈനികരെ കാദിറോവിറ്റ്സ് എന്നാണ് പറയുന്നത്. ഇവർ റഷ്യയ്ക്ക് വിശ്വസ്തരാണ്. ഇത്തരത്തിലുള്ള ഒരു സൈനിക ഗ്രൂപ്പാണ് ഇപ്പോൾ അമേരിക്ക ഇറാനിലേക്ക് കരയുദ്ധവുമായി കയറി ചെന്നാൽ ഇറാന്റെ പക്ഷത്ത് നിൽക്കാനായി തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാന്റെ തന്നെ സർക്കാർ മാധ്യമമായിട്ടുള്ള പ്രസ് TV ആണ്. അതിനിടെ അമേരിക്ക ഇറാനിലേക്ക് യഥാർത്ഥത്തിൽ സൈനികരെ അയക്കുമോ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക കൂടുതൽ സൈനികരെയും അതുപോലെ തന്നെ അമേരിക്കൻ കപ്പലുകളും മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്ക കരയുദ്ധത്തിലേക്ക് മുതിരുമോ എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമല്ല. അമേരിക്കൻ സർക്കാർ ഔദ്യോഗികമായിട്ട് ഇതിന് അനുമതി നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനിടെ ഡൊണാൾഡ് ട്രംപിന്റെ ചില പ്രസ്താവനകൾ വരുന്നുണ്ട്. അദ്ദേഹം പ്രധാനമായിട്ടും ഇവിടെ ലക്ഷ്യം വെക്കുന്നത്, അതായത് തൻ്റെ പ്രസ്താവനയിലൂടെ ലക്ഷ്യം വെക്കുന്ന രണ്ട് രാജ്യങ്ങൾ, അത് UK-യും അതുപോലെ തന്നെ ഫ്രാൻസുമാണ്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ല എങ്കിൽ ഞങ്ങളും നിങ്ങളെ സഹായിക്കില്ല എന്നാണ്. നിങ്ങൾക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയി എടുക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തൻ്റെ പ്രസ്താവനയിലൂടെ പറയുന്നത്. പലരും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു പ്രസ്താവന വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവന എന്ന രീതിയിൽ മാത്രമല്ല കാണുന്നത്. പലരും ഇതിനെ ഒരു മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തുന്നത്. ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് യൂറോപ്പ് അമേരിക്കയെ ഈ ഒരു ഘട്ടത്തിൽ സഹായിക്കാത്തത്? അതിനുള്ള ഉത്തരം, ഇറാനുമായി ഒരു സംഘർഷം ഈ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതായത് യുദ്ധത്തിൽ ഡയറക്റ്റായി ചേരാൻ ഈ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഫ്രാൻസ് ഈ US എയർക്രാഫ്റ്റുകൾക്ക് എയർ സ്പേസ് ഉപയോഗിക്കാനായിട്ട് അനുവദിച്ചിട്ടില്ല എന്നാണ്. UK അതായത് ബ്രിട്ടൻ അമേരിക്കയ്ക്ക് ലിമിറ്റഡ് സപ്പോർട്ട് മാത്രമാണ് നൽകുന്നത്. ഇക്കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ട്രംപിന്റെ തന്നെ മറ്റൊരു പ്രസ്താവന വരുന്നുണ്ട്. അതായത് തങ്ങൾ ഉടൻ തന്നെ ഇറാനുമായിട്ടുള്ള സൈനിക നടപടികളെല്ലാം തന്നെ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് ട്രംപിന്റെ പ്രസ്താവന വരുന്നത്. 2-3 ആഴ്ച, അത്രയും സമയം മാത്രം മതി എന്നാണ് ട്രംപ് പറയുന്നത്. ഇതേ ട്രംപ് തന്നെയാണ് യൂറോപ്പിനെ സഹായത്തിനായിട്ട് വിളിച്ചത് എന്നുള്ള കാര്യവും നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. അതിനുശേഷമാണ് റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം പറയുന്നത് 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഒരു യുദ്ധം അവസാനിക്കുമെന്ന്. മറ്റൊരു വാർത്ത, ചില റിപ്പോർട്ടുകൾ പ്രകാരം ലെബനനിലെ നഖൂറ പ്രദേശത്ത് UN സമാധാന സേനയിലെ ഫ്രഞ്ച് സൈനികരെ ഇസ്രയേലി സൈനികർ തടഞ്ഞു എന്ന രീതിയിൽ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് ഇതൊരു ആരോപണമാണ്. ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഫ്രാൻസ് ആണ്. അതായത് മുൻകൂട്ടി കോർഡിനേഷൻ ഉണ്ടായിരുന്നിട്ട് കൂടി ഇസ്രയേലി സൈനികർ ഫ്രഞ്ച് സൈനികരെ തടഞ്ഞു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിനെതിരെ ഫ്രാൻസ് ഇപ്പോൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഫ്രാൻസിന്റെ UN പ്രതിനിധി ജെറോം ഇസ്രയേലി സേനയുടെ പെരുമാറ്റം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്നാണ് ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഇസ്രയേലി സേന ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇസ്രയേലി സേന പറയുന്ന ഒരു കാര്യം, ഫ്രാൻസ് ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്നാണ് ഇസ്രയേൽ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും വിഷയം വരുമ്പോൾ ഫ്രാൻസ് സോഫ്റ്റ് നിലപാട് സ്വീകരിക്കുകയും ഇസ്രയേലിനെ ലക്ഷ്യമിടുന്നു എന്നുമാണ് ഇപ്പോൾ ഇസ്രയേൽ ആരോപിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഫ്രാൻസും ഇസ്രയേലും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെടുത്തി ഇനി തുടർ നടപടി എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവിടെ നിൽക്കുന്നത് ഇസ്രയേലും അപ്പുറത്ത് നിൽക്കുന്നത് ഫ്രാൻസും ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന് അതിന് പ്രാധാന്യം വളരെയധികം കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.